പ്രതിസന്ധികളെ തരണം ചെയ്ത് രോഹിത് കരസ്ഥമാക്കിയത് അഭിമാന നേട്ടം. കണ്ണൂർ പിണറായി എടക്കടവിലെ ഈ കൊച്ചുമിടുക്കൻ സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് പഠനത്തിലും കായിക മേഖലയിലും വിജയം കൊയ്തത്. വായനശാലയിലെ വെളിച്ചത്തിലെ പഠനവും ജീവിക്കാനുള്ള നെട്ടോട്ടവും രോഹിത്തിനെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ്. ഭീമാകാരമായ വാഗമരച്ചൂട്ടിൽ പഴയതും കീറിയതും ദ്രവിച്ചതുമായ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയുണ്ടാക്കിയ ഒറ്റമുറി വീട്. ആരോ പണിതുയർത്തിയ ചുറ്റുമതിലിന്റെ താങ്ങാണ് ഈ പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളത്. വീടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഈ 5 അംഗ കുടുംബം അന്തിയുറങ്ങുന്നത് ആരുടെയൊക്കെയോ കരുതലുള്ളതുകൊണ്ടാവാം. 12 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക ഉൻസൂരിൽ നിന്നും പിണറായി പാറപ്പുറത്തെത്തിയതാണ്. മീൻപിടുത്തമല്ലാതെ മറ്റൊന്നും വശമില്ല അണ്ണയ്യയ്ക്ക്. കഠിനാധ്വാനം ശരീരത്തെ ആകെ തളർത്തിയിരിക്കുകയാണ്. രാത്രി ഒരു 2-3 മണിക്കെല്ലാം പോവും, രാവിലെ ഒരു 6-7 മണിക്കെല്ലാം തിരിച്ചു വരും. മഴക്കാലത്ത് ഭയങ്കര കഷ്ടമാണ്. മഴവെള്ളം ഉണ്ടാവും, പിന്നെ മീൻ അങ്ങനെ അത്ര ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ പണിയൊന്നും അത്ര ഇതില്ല. അതുകൊണ്ട് പിന്നെ പിള്ളേർ പഠിച്ചോട്ടെ എന്നിട്ട് ഒരേ സ്ഥലത്ത് ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇവിടെ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് ചിലപ്പോൾ വീട് കിട്ടുന്നു. സ്ഥലമൊന്നുമില്ല. ഈ ടെൻറ്റിൽ തന്നെ 10-12 കൊല്ലം ഇവിടെ നിന്നിട്ട്. അച്ഛൻ്റെ പങ്കായമെടുത്ത് തോണിയിലേറി പോകുമ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നങ്ങൾ. രാത്രി 2 മണിക്ക് മീൻ പിടിക്കാൻ പോയാൽ അതിരാവിലെ തിരിച്ചെത്താം. പിന്നീട് സ്കൂളിലേക്കുള്ള യാത്ര. ഡെയിലി മീനെ പിടിക്കാൻ അച്ഛൻ്റെ അപ്പുറം ചിലപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞ് രാവിലെ സ്കൂളിൽ പോകും. അതിനുശേഷം വീട്ടിലൊരു കുറച്ച് സമയം കളിക്കാൻ പോകും. രാത്രി 5 പഠിക്കും. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വായനശാല അവിടെ ഇരുന്ന് പഠിക്കും. അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട്. പരിമിതികളുടെ കൂരയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പെടാപ്പാടിലാണ് ഈ കുടുംബം. പകലിവിടെ പഠിക്കും, പിന്നെ രാത്രി പോയിട്ട് അവിടെ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കും, നല്ല പഠിക്കും. എൻ്റെ കൂടെ പണി പോകും. പണിക്കെല്ലാം പോകും, മീൻ പണി. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ രോഹിത്തിന് സാധിച്ചു. വെളിച്ചമില്ലാത്ത കൂരയിൽ അല്പം മാറി ശ്രീനാരായണ വായനശാലയിലെ നേരിയ വെളിച്ചത്തിലായിരുന്നു പഠനം. രോഹിത്തിന്റെ വിജയത്തിന് തിളക്കമേറെയാണ്. സാഹചര്യങ്ങളോട് പടവെട്ടി നേടിയ വിജയമാണ് രോഹിത്തിൻ്റേത്. ഇനി സ്വപ്നങ്ങൾക്കൊപ്പം നടന്നു നീങ്ങാൻ നമ്മുടെ കൈത്താങ് വേണം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. തീർച്ചയായും പ്രേക്ഷകരുടെ കൈത്താങ്ങ് ഈ കുടുംബത്തിന് ആവശ്യമാണ്. ഈ കുടുംബത്തിന് മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ട കുടുംബത്തിനും ആവശ്യമാണ്. നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ പോലും അവർക്ക് വലിയ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ വലിയ വെളിച്ചമാകും.